അങ്ങനെ വസന്ത ദിവാകരൻ്റെ വീട്ടിലേക്ക് കയറി. മക്കൾ എല്ലാത്തിനും മുമ്പിലുണ്ടായിരുന്നു. ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും രണ്ടുപേരെയും ആശീർവദിച്ചു. രണ്ടുപേരും നല്ല ചേർച്ച. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ങും തണലുമാകാൻ പറ്റും. മക്കൾക്കെല്ലാം വലിയ സന്തോഷം. അങ്ങനെ പാർട്ടി സമയം കഴിഞ്ഞു. വസന്തയുടെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നു പോയി. അതിനുശേഷം അവർ സുഖമായി കിടന്നുറങ്ങി. നേരം വെളുത്ത് മക്കളെല്ലാം പോകാനൊരുങ്ങി. ഇനിയിപ്പം അച്ഛന് അമ്മയുണ്ടല്ലോ കൂട്ട്, അമ്മയ്ക്ക് അച്ഛനും, ഞങ്ങളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. മക്കൾ തങ്ങളുടെ ബാധ്യത ഒഴിച്ച് രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് കുഴപ്പമില്ല, പൊയ്ക്കോളൂ, അമ്മയും അച്ഛനും പറഞ്ഞു. കുറച്ച് ദിവസം കൂടി അവർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷേ തിരക്കുള്ള ജോലിക്കാരല്ലേ, വെറുതെ അവരുടെ സമയം വേസ്റ്റാക്കണ്ട എന്ന് അച്ഛൻ കരുതി. മക്കളെ നിങ്ങൾ പൊയ്ക്കോളൂ, കുഴപ്പമില്ല, അച്ഛനിപ്പോൾ അമ്മയുണ്ടല്ലോ കൂട്ട്, അദ്ദേഹം പറഞ്ഞു. മക്കളും അത് ആഗ്രഹിച്ചിരുന്നു. പോകാൻ നിൽക്കുകയായിരുന്നു. അച്ഛൻ്റെ വായിൽ നിന്ന് ആ വാക്ക് കേട്ടതും അവർക്ക് കൂടുതൽ സന്തോഷമായി. അങ്ങനെ അമ്മയുടെ കൈകൊണ്ട് കുറച്ചധികം വിഭവങ്ങൾ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു. ആഹാരം കഴിക്കുന്നിടയ്ക്ക് ദിവാകരൻ്റെ മക്കൾ പറഞ്ഞു, വസന്തയമ്മയുടെ കൈപ്പുണ്യം, അച്ഛന് കോളടിച്ചു. നീ ഈ കൈപ്പുണ്യമുള്ള ആഹാരം കഴിക്കാമല്ലോ, എന്തൊരു ടേസ്റ്റാണ് നോക്കി എല്ലാ കറികളും. അമ്മയെ മക്കൾ പൊക്കി. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ ആഹാരം വെച്ചിട്ട് ആരെങ്കിലും കൊള്ളാമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ, ആ ഒരു സന്തോഷം വസന്തയ്ക്കും തോന്നി. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം മക്കളൊക്കെ ഇറങ്ങാൻ സമയമായി. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം മക്കൾ ഇറങ്ങാറായി. അവർക്കുള്ള കാറെത്തി. അവരുടെ ബാഗും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ച് കാറിലേക്ക് കയറി യാത്രാമൊഴിയൊക്കെ നൽകി അവർ പോയി. അതിനുശേഷം ദിവാകരനും വസന്തയും തനിച്ചായി. തനിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും അവർ തന്നെ അധികമായിരുന്നു. രണ്ടുപേരും നല്ല കോമ്പിനേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറച്ചിലും ചിരിയും പാചകവും വാചകവും. രണ്ടുപേരും ഒരുമിച്ചാണ് അടുക്കളയിൽ പോലും കയറുന്നത്. താങ്കൾ എന്തുകൊണ്ട് നേരത്തെ കണ്ടുമുട്ടിയില്ല എന്ന് വരെ അവർക്ക് രണ്ടുപേർക്കും തോന്നിപ്പോയി. അത്രയ്ക്ക് പെർഫെക്റ്റ് മാച്ച്. സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല ജീവിതം. ദിവാകരന് ചെറിയ കൃഷിയിടമൊക്കെ ഉണ്ട്. അദ്ദേഹം ചെറിയ ചെറിയ രീതിയിൽ വീട്ടിലേക്കുള്ള പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തിട്ടാണ് വീട്ടിലേക്ക് എടുക്കുന്നത്. വസന്തയമ്മയും കൂടെ കൂടും. അവർ രണ്ടുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് അടുക്കള തോട്ടമൊക്കെ നോക്കുന്നത്. ചുറ്റുമുള്ള അയൽക്കാർക്കൊക്കെ ചെറിയ കണ്ണുകടിയുണ്ട്. എന്തോരു നല്ല ജീവിതം നോക്കി. വയസ്സാം കാലം ആയാലെന്താ, നല്ല ജീവിതം കിട്ടിയില്ലേ. നമുക്കൊക്കെ ഇവിടെ കഷ്ടപ്പാടും കണ്ണുനീരും മാത്രം. അയൽക്കാർ കുശുമ്പ് പറയുന്നത് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും വസന്തയുടെ ചെവിയിൽ കേട്ടിട്ടുണ്ട്. താങ്കളെ എല്ലാവരും കൂടി കണ്ണിടുമോ എന്ന് പോലും വസന്ത പേടിച്ചു. കാരണം ഇത്രയും വർഷത്തിനിടയ്ക്ക് വസന്തയും ഇത്രയും നല്ലൊരു ലൈഫ് ആഘോഷിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ദിവാകരനും. അവർ രണ്ടുപേരും ആഴ്ചയിലൊരിക്കൽ സിനിമയ്ക്ക് പോകും, പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം വസന്തയുടെ മക്കളുടെ വീട്ടിലേക്ക് പോകണമെന്നായി ആഗ്രഹം. നമുക്കൊരു ദിവസം പോവാം, പിന്നെന്താ പോവാം, നാളെ പോകണോ? നാളെ പോകണ്ട, നമുക്ക് ഞായറാഴ്ച പോകാം, വസന്ത പറഞ്ഞു. അങ്ങനെ വസന്ത മക്കളെയൊക്കെ വിളിച്ച് പറഞ്ഞു, ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടേ. അച്ഛനും അമ്മയും വരുന്നുണ്ടോ? വാ വാ വാ, നിങ്ങളെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ വസന്തയും ദിവാകരനും നന്നായി ഒരുങ്ങി പുറപ്പെട്ടു. അങ്ങനെ മക്കളുടെ വീട്ടിലൊക്കെ കയറി. മക്കളെയും കൊണ്ട് ബന്ധുവീടുകളിലൊക്കെ കയറി. ബന്ധുവീടുകളിൽ ചിലരുടെയൊക്കെ സംസാരം അവരെ മനസ്സിനെ വേദനിപ്പിച്ചു. വയസ്സാം കാലത്ത് നിങ്ങൾക്കിതെന്തുവാ, പുതിയ ചെറുക്കനും പുതിയ പെണ്ണുമാണെന്നാണ് വിചാരം, പ്രായം എത്രയാണെന്ന് വല്ല ചിന്തയുണ്ടോ? മക്കൾ കണക്കിന് മറുപടി കൊടുത്തു. എത്ര പ്രായമായാലെന്താ, അവരുടെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കുന്നു, നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? അതോടെ ബന്ധുക്കളുടെ വാ അടഞ്ഞു. വസന്തയ്ക്കും ദിവാകരനും പിന്നെ ഇതിൽ പരം സന്തോഷമില്ല. മക്കളിങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ താങ്കൾ ആരുടെ മുന്നേ തലകുനിക്കേണ്ടി വരില്ല എന്ന് അഭിമാനത്തോടെ ഓർത്തു ഈ അമ്മയും അച്ഛനും. പിന്നെ ബന്ധുവീടുകളെല്ലാം സന്ദർശിച്ച് ദിവാകരനും വസന്തയും സ്വന്തം വീട്ടിലേക്ക് പോയി. സ്വന്തം വീട്ടിലിരുന്ന് അവർ പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ അവർ നന്നായി ജീവിച്ചു. അങ്ങനെ ഓരോ ദിവസവും മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന തരത്തിൽ അവരുടെ
സ്നേഹവും ഐക്യവുമൊക്കെ വളർന്നുകൊണ്ടേയിരുന്നു.